ഏറ്റവും നല്ല ഈ മേഖലയിൽ ട്രെയിനിങ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നമസ്തേ, മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി സ്റ്റഡി എബ്രോഡ് മാസ്റ്റർ കൺസൾട്ടൻറ്റ് ശ്രീ ദിലീപ് രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മറുപടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മുടെ കുട്ടികൾ കേരളത്തിലെ അതുപോലെ ഇന്ത്യയിലെ കുട്ടികൾ എല്ലാവരും വിദേശത്തേക്ക് പോവുകയാണ്. അവിടെയാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉള്ളത് എന്ന് പറയുന്നു. മാത്രമല്ല ഈ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷനും അതിന് വലിയ അംഗീകാരം കിട്ടിയിട്ടുണ്ട് ലോകത്തെമ്പാടും. പക്ഷേ പലപ്പോഴും അപകടത്തിൽ ചെന്ന് ചാടുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അവർ ഒന്നുകിൽ യു കെയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കാനഡയിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ ആ തൊഴിൽ സാധ്യതകൾ എല്ലാം കുറഞ്ഞിരിക്കുകയാണ്. കമ്പാരറ്റീവ്ലി പുതിയത് എക്സ്പ്ലോർ ചെയ്യാനും ആരും തയ്യാറെടുക്കുന്നുമില്ല. ഇവരെ ഈ മേഖലയിലേക്ക് വഴി തെളിയിക്കേണ്ടവർക്കാണെങ്കിൽ അവർക്ക്, എനിക്ക് തോന്നുന്നു, ഈ മേഖലയെക്കുറിച്ചുള്ള അവരുടെ ഗ്രാഹ്യം കുറവാണെന്നും തോന്നുന്നു. അതെ, എത്രയോ കാലമായി ഈ മേഖലയിൽ ജോലിയെടുക്കുന്ന ഒരാളെന്ന നിലയിൽ എന്താണ് ദിലീപിന് പറയാനുള്ളത്? ആദ്യമായി എത്ര കാലമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നത് ഞാനൊരു യാഡ് സ്റ്റിക്കായിട്ട് കൂട്ടുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഈ നടക്കുന്ന അല്ലെങ്കിൽ യു കെയുടെയും കാനഡയുടെയും ഡൗൺഫോൾ ഇത് പ്രൊഡിക്റ്റഡ് തന്നെയായിരുന്നു. ശരിക്കും ഇതൊരു വലിയൊരു പുതുമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഒരു $2 ട്രില്യൺ ആയിട്ടുള്ള കാനഡ എന്ന് പറയുന്ന എക്കണോമിയിലേക്ക് 10 ലക്ഷം പിള്ളേരാണ് ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന്. അതിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻ ഇന്ത്യയെന്നും. അപ്പോൾ അതിന് കാരണം അവിടെ അത്രയും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് യു കെയിലും കാനഡയിലും ഉണ്ട്. അപ്പോൾ അതിനെ സ്വാഭാവികമായിട്ട് നമുക്ക് വിസ എന്ന് പറയുന്ന വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അപ്പോൾ ഒരു രാജ്യത്തെ വിസ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളെ ഇവിടുന്ന് കയറ്റി അയക്കാൻ സാധിക്കും. അതാണ് ഈ പറഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ 5 വർഷം 10 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് എന്നത് ഞാനൊരു അളവ് പോലെയായിട്ട് കണക്കാക്കുന്നില്ല. എത്ര രാജ്യങ്ങളെ പറ്റിയിട്ട് സമഗ്രമായിട്ട് പറയാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം. ഞാൻ നിങ്ങളെ എൻ്റെ അടുത്ത് ആരും ഒന്ന് ചോദിച്ചാലും യു കെയിലേക്കോ കാനഡയ്ക്കോ മാത്രം ഒരു കുട്ടികളെ അയക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അറിവെന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായിട്ട് സ്റ്റാഗ്നൻ്റ് ആണ്. എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഒരു യു കെയും കാനഡയും മാത്രം പഠിച്ചുകൊണ്ട് ഈ വർഷം 1000 കുട്ടികൾ, അടുത്ത വർഷം 2000, അതിനടുത്ത വർഷം 5000 കൂടുതൽ ആൾക്കാരെ കയറ്റി അയക്കുന്നുണ്ട്. ബട്ട് എൻ്റെ അറിവിന് എന്ത് വ്യത്യാസമാണ്? ഈ 2 എക്കണോമി പറ്റി മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഈ 2 എക്കണോമികൾ എത്ര ഇൻഡസ്ട്രികൾ നന്നായിട്ട് പ്രവർത്തിക്കും, ആ ഇൻഡസ്ട്രികളിലേക്ക് മാത്രമല്ലേ ഒരു കുട്ടിക്ക് നല്ല കരിയർ വരികയുള്ളൂ. എക്സാക്ട്ലി. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കനേഡിയൻ ഗവൺമെന്റ് 10 ലക്ഷം സ്റ്റഡി പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതായിരുന്നു 3.5 ലക്ഷമാക്കി കുറയ്ക്കുകയാണ്. അപ്പോൾ അതിന് കാരണം എന്താണ്? അവർക്ക് തന്നെ ആവശ്യമില്ല, താല്പര്യം, ഇതൊന്നും റിക്വയർ എനി മോർ സ്റ്റുഡൻസ് എന്ന് പറയും. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിദ്യാർത്ഥികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും മറ്റ് രാജ്യങ്ങളെക്കുറിച്ച്, അവിടെയുള്ള ഇതിൻ്റെ സ്കോപ്പിനെ കുറിച്ച്, അവിടെയുള്ള എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിനെ കുറിച്ച് അവർക്ക് വലിയൊരു വിവരം അത് അവർക്കില്ല. മാത്രമല്ല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മറ്റ് രാജ്യങ്ങളിലേക്ക് തിരിച്ചു വിടുന്നുമില്ല. അതിന് റീസൺ അല്ല, അതെന്തുകൊണ്ടാണ്? അതിന് റീസൺ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു എക്കണോമികൾ ബാക്കി നോക്കുക വെച്ചാൽ ഷെങ്കൻ ഏരിയ, യൂറോപ്യൻ രാജ്യങ്ങൾ പിന്നെ പറയുന്നു 29 രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ 29 രാജ്യങ്ങൾക്കും 29 വിസ പ്രോസസ്സാണ്. അപ്പോൾ ഈ 29 പ്രോസസ്സിനെ പറ്റി പഠിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അത്യാവശ്യം നല്ല എഫേർട്ടുള്ളൊരു പണിയാണ്. നേരെ മറിച്ച് യു കെയോ കാനഡയോ അയർലൻഡോ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങൾ എവിടെയൊക്കെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ധാരാളമുള്ള ഇതിൽ ഏതെങ്കിലും രാജ്യം നമ്മൾ കാറ്റർ ചെയ്താൽ ഒറ്റ വിസ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അത്രയധികം കുട്ടികളെ കയറ്റി അയക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണ്? ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുക. ഈ സ്റ്റുഡൻറ്റ് വിസ കിട്ടാൻ എന്തൊക്കെ തടസ്സങ്ങളുണ്ട്? മെയിനായിട്ട് നോക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ജോലിക്ക് വർക്ക് വിസയ്ക്കാണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ നമുക്കൊരു റെസ്പോൺസിബിൾ പേഴ്സൺ ഉണ്ട്, നമ്മുടെ എംപ്ലോയർ. നേരെ മറിച്ച് സ്റ്റുഡൻ്റ് ആയിട്ട് പോകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്യുവർ ഫിനാൻഷ്യൽസ് ആണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഘടകം. അപ്പോൾ ഫിനാൻഷ്യലി എത്രമാത്രം സൗണ്ടാണ്, സ്ട്രോങ് ആണ്, പിന്നെ നമ്മുടെ മോട്ടീവ് എന്താണ്, നമ്മൾ തിരിച്ചു വരാൻ പോകുന്ന ആളാണോ, അവിടെ സെറ്റിൽ ചെയ്യാൻ പോകുന്നതാണോ, ഇങ്ങനെ നമ്മുടെ പ്രൊഫൈലിനെ വിവിധ തലങ്ങളിൽ ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു എംബസി ഓഫീസർ വിസ തരുന്നത്. അപ്പോൾ ഫൈനാൻസ് എന്നുള്ളത് തന്നെയാണ് ഒരു മെയിനായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. മറ്റ് ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നതിലും നല്ല ശ്രദ്ധ വേണം നമുക്ക്. അല്ല, ഇപ്പോൾ പുറത്ത് പഠിച്ച് അവിടെ തന്നെ ജോലി ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണോ അവിടുത്തെ ഗവൺമെൻറ്? എല്ലാ ഗവൺമെൻറ്റും അല്ല. സ്വാഭാവികമായിട്ടും അവർ പറയുന്നത് ഒരു സ്റ്റേ ബാക്ക് പീരീഡ് ഉണ്ട്. നിങ്ങൾ ഒരു പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത സമയം പഠനത്തിന് ശേഷം നിങ്ങളിവിടെ നിന്നോളൂ, നിങ്ങൾ ആ പൈസ തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു ടൈം, അതിനാണ് സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങനെ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ റിട്ടേൺ ചെയ്യുന്ന സന്തോഷമുള്ള എത്രയോ രാജ്യങ്ങൾ വർക്ക് വിസ ഇപ്പോഴും ഇഷ്യൂ ചെയ്യുന്നില്ലേ. അപ്പോൾ അതവരെ താല്പര്യമുള്ള തന്നെയാണ്. അല്ല, ഇപ്പോൾ
ഇത് കാണുന്നവർ പ്രേക്ഷകർ രക്ഷിതാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ US, UK, കാനഡ അത് നമുക്ക് മറക്കാം. ഓക്കെ. മറ്റ് രാജ്യങ്ങൾ ഏറ്റവും നല്ല ഈ മേഖലയിൽ ട്രെയിനിങ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇത്രയും രാജ്യങ്ങൾ നമ്പർ 1, നമ്പർ 2 അങ്ങനെ പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും നല്ല മനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരമുണ്ടോ? അങ്ങനെ ഒരു ഉത്തരമില്ല. എല്ലാ വ്യക്തിക്കും ഒരു മിക്സ് ആണ് അല്ലേ. അതേപോലെ തന്നെ ഒരു എക്കണോമി എന്ന് പറയുമ്പോൾ അതിൻ്റെ പൈസയുടെ സ്രോതസ് ഏതാണ്, ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്നാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്, അവിടെയാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത് യൂണിവേഴ്സിറ്റി തലങ്ങളിലേക്ക് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അവരുടെ റാങ്കിങ് ഉണ്ട്. ഇപ്പോൾ ഗ്ലോബൽ തലത്തിൽ തന്നെ എവിടെയാണെങ്കിലും, ഇപ്പോൾ ആഫ്രിക്കയിലുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇന്ത്യയിലുള്ളതാണെങ്കിലും ഇതൊക്കെ തന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് റാങ്കിങ് സംവിധാനമുണ്ട്. ആ റാങ്കിങ് സംവിധാനത്തിൽ പെടുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അത് എവിടെയാണെങ്കിലും, അത് ലാറ്റ്വിയ പോലത്തെ ഒരു ചെറിയ രാജ്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാൾട്ട പോലത്തെ ഒരു ഐലൻഡ് നേഷൻ ആയിക്കോട്ടെ, ജർമ്മനി പോലത്തെ ഒരു വലിയ എക്കണോമി ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ശരി ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് മിനിമം എൻഷുർഡ് ആയിരിക്കും. +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾ അവർക്ക് ഇപ്പം ഈ ഒരു നമ്മുടെ വർത്തമാന കാലത്ത് ഏറ്റവും അവരെ ഇപ്പം ദിലീപ് അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ എവിടെയൊക്കെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്? അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. ഇൻക്ലൂഡിങ് അവർക്ക് സ്കോളർഷിപ്പ് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ പോളണ്ട് എന്ന് പറയുന്ന രാജ്യം, അത് സെൻട്രൽ യൂറോപ്യൻ രാജ്യമാണ്. ആ രാജ്യം എന്ന് പറയുന്നത് വലിയ വിശാലമായ രാജ്യമാണ്. അതിൻ്റെ ലിവിങ് കോസ്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും കുറവായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങൾക്ക്, പല മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെയും ഒരു ഡിസ്ട്രിബ്യൂഷൻ ഹബ്ബാണ് പോളണ്ട്, വെയർ ഹൗസിംഗ് ഫെസിലിറ്റിയുടെ. വിച്ച് മീൻസ് ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകൾക്ക് സാധ്യത അവിടെ കൂടും.